ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് രോഗികൾക്കും കുടുംബങ്ങൾക്കും സൗജന്യ സേവനം ലഭിച്ചിരുന്ന കന്യൂവ് 108 ആംബുലൻസ് സർവീസുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർ ജില്ലാ മെഡിക്കൽ ഓഫീസറെ സമീപിച്ചെങ്കിലും തീരുമാനം വൈകുന്നു. സൂപ്രണ്ട് നൽകിയ കത്ത് പരിഗണിച്ച് ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും NHM ജില്ലാ പ്രോഗ്രാം മാനേജറുമാണ് തീരുമാനമെടുക്കേണ്ടത്. 2024 മാർച്ചിൽ അന്നത്തെ സൂപ്രണ്ട് നൽകിയ കത്ത് പരിഗണിച്ചാണ് 2 ആംബുലൻസുകളും പിൻവലിച്ചത്. ഒരെണ്ണം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്കും മറ്റൊന്ന് ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ആശുപത്രിയിൽ 2 ആംബുലൻസുകൾ ഉണ്ടെന്നും വളപ്പിൽ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നിരിക്കെ 108 ആംബുലൻസുകൾ രണ്ടും പിൻവലിക്കാൻ നടപടി വേണമെന്നായിരുന്നു അന്നത്തെ സൂപ്രണ്ട് നൽകിയ കത്തിലെ ആവശ്യം. ഇവയെ അമ്പലപ്പാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന ബദൽ നിർദ്ദേശം കത്തിലുണ്ടായിരുന്നുവെങ്കിലും ഇത് പരിഗണിക്കപ്പെട്ടില്ല. ആംബുലൻസുകൾ ഒറ്റപ്പാലത്ത് നിന്ന് പോയതോടെ രോഗികൾക്ക് ലഭിക്കേണ്ട സൗജന്യ സേവനമാണ് നഷ്ടപ്പെട്ടത്. ആംബുലൻസുകൾ നഷ്ടപ്പെട്ട് 1.5 വർഷമാകുമ്പോഴാണ് സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ ശ്രമം. ആശുപത്രി സേവനങ്ങൾക്ക് കൂടി പ്രയോജനകരമായ ആംബുലൻസുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് പുതുതായി ചുമതലയേറ്റ സൂപ്രണ്ട് DMOയെയും DPMനെയും സമീപിച്ചത്. അതേസമയം സേവനങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ സൂപ്രണ്ട് നൽകിയ കത്താണ് ഇപ്പോഴും ആംബുലൻസുകൾ പുനഃസ്ഥാപിക്കുന്നതിന് സാങ്കേതിക തടസ്സമാകുന്നതെന്നാണ് വിവരം. OP, IP, അത്യാഹിത വിഭാഗം സേവനങ്ങൾ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറിയ ആശുപത്രിയിൽ 108 ആംബുലൻസുകൾ കൂടി എത്തണമെന്നാണ് ആവശ്യം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.